സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കി ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വന്നു. 2019 സ്വർണ്ണ മോഷണം മറച്ചുവയ്ക്കാനാണ് ഈ വർഷം കോടതി ഉത്തരവ് പാലിക്കാതെ പാളികൾ കൊടുത്തുവിട്ടതെന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു. 2025 സ്വർണം പൂശാൻ നിലവിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മുൻകൈയെടുത്തെന്നും പരാമർശമുണ്ട്. ദേവസ്വം ബോർഡിന്റെ മിനിറ്റ്സ് ബുക്ക് പിടിച്ചെടുക്കാനും ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കാനും പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതി ഇന്ന് നിർദ്ദേശം നൽകി. 2019 മാത്രമല്ല, ശബരിമല സ്വർണ്ണ കവർച്ചയിൽ നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും സംശയനിഴലിൽ നിർത്തുന്നതാണ് ദേവസ്വം ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. 2025 ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ സ്വർണം പൂശാനുള്ള സാങ്കേതിക തികവില്ലെന്ന് ദേവസ്വം കമ്മീഷണർ നിലപാടെടുത്തിരുന്നു. 7 ദിവസത്തിനു ശേഷം നിലപാട് മാറ്റി. പിന്നീട് ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ട് സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുകയായിരുന്നുവെന്നും ഉത്തരവിൽ പറയുന്നു. 2019 സ്വർണ്ണക്കവർച്ച മറച്ചുവെക്കാൻ വേണ്ടിയാണ് 2025 ഈ ശ്രമമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ സംശയം. ദേവസ്വം ഉദ്യോഗസ്ഥരിൽ ദേവസ്വം ബോർഡിന് നിയന്ത്രണം വേണം. സ്വർണ്ണക്കവർച്ചയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് ഒഴിഞ്ഞുമാറാനാവില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ അകമഴിഞ്ഞ് സഹായിച്ചതായും ഉത്തരവ് വിരൽ ചൂണ്ടുന്നു. 2021 സ്വർണ്ണപ്പീഠം സ്വർണം പൂശാൻ കൊണ്ടുപോയതിലും ദുരൂഹതയുണ്ട്. തിരികെ എത്തിച്ച സ്വർണ്ണപ്പീഠത്തിന്റെ വിവരങ്ങൾ തിരുവാഭരണ രജിസ്ട്രിയിൽ രേഖപ്പെടുത്താതിരുന്നത് ആകസ്മികമല്ലെന്നാണ് നിരീക്ഷണം. നിലവിലെ അന്വേഷണത്തിൽ ഹൈക്കോടതി തൃപ്തി രേഖപ്പെടുത്തി. നവംബർ 5 പുതിയ കേസ് വീണ്ടും പരിഗണിക്കും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. എന്തായാലും ഇതിൽ പ്രതികളാകാൻ പോകുന്ന ആളുകൾക്കും പ്രതിയായ ആളിനും ഒക്കെ തന്നെ കുരുക്ക് കൂടുതൽ കോടതി മുറുക്കുന്നു എന്നാണ് ഇന്നത്തെ കോടതി വിധി നമ്മോട് ബോധ്യപ്പെടുന്നത്. മാത്രവുമല്ല, ഇതൊന്നും ആരും അറിയില്ല എന്ന് കരുതി മോഷണം നടത്തിയ ആളുകൾക്ക് തൊട്ടതെല്ലാം പുലിവാലാകുന്ന കാഴ്ച കൂടി ഇന്ന് കോടതിയിൽ നിന്നും വന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.